ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ ദേവയാനിയാണെങ്കിൽ അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, കുറേ നേരത്തെ അടുക്കളയിൽ നിൽക്കുകയാണല്ലോ, എന്താ ഇവിടെ പണി എന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, നവ്യയുടെ മാസ ചടങ്ങിന് നവ്യയുടെ അച്ഛനും അമ്മയും വരുമല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന്. പലഹാരങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മുത്തശ്ശി പറയും, നീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന്. പോരാത്തതിന് നിനക്ക് അസുഖം ഉള്ളതല്ലേ, അതുകൊണ്ട് നീ എല്ലാ ജോലിയും ചെയ്യണ്ട, ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് പറയുമ്പം ദേവയാനി പറയുകയാണ്, ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമല്ല, എല്ലാ ജോലിയും ചെയ്യാമെന്ന്. എന്നാലും അവർക്ക് നിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്നിട്ട് അടുക്കളയിൽ ആരും കയറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, എന്തായാലും അവർക്കറിയാമല്ലോ അടുക്കളയിൽ കയറണമെന്ന്, ഇങ്ങനെ കയറാതെ നിൽക്കുന്നവരെ എന്ത് ചെയ്യാനാ. ഇങ്ങനെ നീ നിർബന്ധിച്ച് അവരെ ജോലി ചെയ്യാതെ ഇരിക്കുമ്പോൾ നീ അവർക്ക് എപ്പോഴും ജോലിക്കാരിയായി നിൽക്കേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, എങ്കിലും എനിക്കത് തിരിച്ച് കാണിച്ചു കൊടുക്കാൻ അറിയാമെന്ന്. എന്നിട്ട് ദേവയാനി പറയുകയാണ്, എല്ലാം പറഞ്ഞ് എൻ്റെ മരുമകളെ കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിൽ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഒരുപാട് അങ്ങ് സഹിക്കേണ്ട ആവശ്യം ഒന്നുമില്ല, ഇങ്ങനെ സ്വഭാവം മാറ്റേണ്ട കാര്യവുമില്ല എന്ന്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, നേരത്തെ ആണെങ്കിൽ ജാനകിക്ക് പരദൂഷണം പറച്ചിലൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ പരദൂഷണവും പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ ജലജയെ പോലെ രണ്ടുപേരും ജാനകിയും ജലജയും കൂടി പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവർക്കെല്ലാം നിൻ്റെ അസുഖത്തിൻ്റെ കാര്യം അറിയാമല്ലോ, എന്നിട്ട് നിന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ എന്ന്. അതിനുശേഷം മുത്തശ്ശി ദേവയാനിയെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇതെല്ലാം നയനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ എന്ന്. അപ്പോൾ അതറിയാതിരിക്കാൻ വേണ്ടി ദേവയാനി പറയുകയാണ്, ആർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചു എന്ന്. എന്നിട്ട് ദേവയാനി മനസ്സിലോർക്കുകയാണ്, എൻ്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമല്ലാതെ പിന്നെ ഞാൻ ആർക്കാ പലഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഒരു അവസരം കിട്ടാൻ ഞാൻ കാത്തിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ ദേവയാനിയെ സഹായിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അമ്മ എന്നെ സഹായിക്കുകയൊന്നും വേണ്ട എന്ന്. മുത്തശ്ശി പറയുകയാണ്, നീ ചെയ്യുന്ന ജോലികളൊക്കെ കണ്ടോട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ സഹായിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ജോലികളൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി പറയുകയാണ്, നവിക്ക് വേണ്ടിയല്ലേ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, ജലജയ്ക്കും ജാനകിക്കും ഇതിനൊക്കെ ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ജാനകി താല്പര്യം കാണിക്കാത്തത് പോട്ടെ, ജലജയുടെ മരുമകളല്ലേ നവ്യ എന്ന്. ശേഷം കനകയും നന്ദുവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പം കനക പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം നന്ദു ആണെങ്കിൽ ബോക്സിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പലഹാരങ്ങൾ എടുത്ത് വെക്കുന്നെങ്കിലും നന്ദുവിൻ്റെ ശ്രദ്ധയെല്ലാം ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. മോളുടെ ജീവിതത്തിൽ ഒരു സ്നേഹം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ പയ്യൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞെങ്കിലും മോളും ആ പയ്യനുമായിട്ട് മോളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി മോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നന്ദു നിൽക്കുകയാണ്. പിന്നീട് അനാമിക വിളിച്ചിട്ട് നന്ദുവിൻ്റെ അടുത്ത് അവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. കനക നന്ദുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയുകയാണ്, എന്നെ സഹായിക്കുന്ന പേരും പറഞ്ഞ് നിൽക്കുന്ന നന്ദൂട്ടൻ്റെ ശ്രദ്ധ ഇവിടെയൊന്നുമല്ല എന്ന്. അപ്പോൾ നന്ദു പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന്. അപ്പോൾ കനക പറയാണ്, മോൾ എന്താ ചിന്തിച്ചുകൊണ്ട് നിന്നാൽ നാളെ വരണോ വരണ്ടേ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചാണോ എന്ന്. അതെന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, ഇനി അതിലൊരു മാറ്റമൊന്നും വേണ്ട, നാളെ എല്ലാവർക്കും പോണം, നീയും കൂടെ വരണമെന്ന് പറയുകയാണ്. ആദർശിൻ്റെ മുത്തശ്ശനും വിളിച്ചപ്പോഴും നവ്യ വിളിച്ചപ്പോഴും നയനെ വിളിച്ചപ്പോഴും ആദർശ് വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു നന്ദൂട്ടിനെ കൂടി കൊണ്ടുപോകണം എന്നാണ്. എന്തായാലും നമുക്ക് പോകണം എന്നിങ്ങനെ പറയുക. അതിന് ശേഷം നന്ദു പറയുകയാണ്, SIയുടെ സെലക്ഷൻ കിട്ടിയാൽ ഇനി ഞാൻ പോകണോ എന്നിങ്ങനെ നന്ദു കനകയോട് ചോദിക്കുകയാണ്. കനക പറയുകയാണ്, മോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാലേ പോലീസിൽ ചേരാനൊക്കെ, പോലീസ് സിനിമയൊക്കെ ആയിരുന്നല്ലോ കണ്ടുകൊണ്ടിരുന്നത്, അത് മോളുടെ വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. എന്ത് പറയുകയാണ്, അത് ശരിയാണ്, എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നൈനേച്ചിക്ക് അച്ഛനും അതൊന്നും ഇഷ്ടമല്ലല്ലോ, അന്ന് ഒരിതിൽ അങ്ങ് എഴുതി പോയതാണ് ആ ടെസ്റ്റ്. അപ്പോൾ നന്ദു പറയുകയാണ്, എന്തായാലും ജോത്സ്യർ പറഞ്ഞിട്ടുണ്ട് പോലീസ് യൂണിഫോം ഇടാനുള്ള ഇതൊക്കെ വരുമെന്ന്. ഇത് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും പോലീസ് യൂണിഫോം ഒക്കെ ഇടുന്ന ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണല്ലോ എന്ന്. എന്നിട്ട് അപ്പോൾ കനക പറയുകയാണ്, അങ്ങനെ പോലീസ് ആയെന്ന് പറഞ്ഞ് എടുത്തു ചാടിയൊന്നും ചെയ്യരുത് എന്ന്. തെറ്റ് കണ്ടാലും ഉടനെ കയറി പ്രതികരിക്കുകയൊന്നും ചെയ്യരുത്, ആളന്തരവും നോക്കി വേണം എല്ലാം ചെയ്യാനുള്ളതെന്നൊക്കെ. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരോടും വലിയ വലിയ ആൾക്കാരോടും മുട്ടിനിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം എല്ലാ കാര്യം ചെയ്യാനെന്നൊക്കെ. പിന്നീട് കനകയാണെങ്കിലും ഓരോന്ന് ഉപദേശിക്കുന്നു. പക്ഷേ നന്ദു പോലീസ് ആവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നന്ദുവിന് പോലീസ് ആവുന്നത് നല്ല ആഗ്രഹമുള്ള കാര്യമാണ്. നന്ദു പറയുകയാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ജോലിയാണ്, കരാട്ടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ പോലീസ് ആവണമെന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ കനകയോട് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നയനയാണ്. നയനയും ആദർശമായിട്ട്
വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് നവ്യയുടെ 5-ാം മാസം ചടങ്ങായതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ വന്നത്, അല്ലെങ്കിൽ 2 ദിവസം കൂടി നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് ആദർശ് നയനയോട് ചോദിക്കുക, നീയും ഒരുപാട് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നതല്ലേ, നീ അധികമായിട്ട് യാത്രയൊന്നും പോയിരുന്നില്ലല്ലോ എന്നൊക്കെ. നയന പറയുകയാണ്, ഞാൻ അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല. കോളേജിൽ നിന്ന് ഇങ്ങനെ ടൂറ് പോകുന്ന സമയത്ത് ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കാറൊന്നും ചെയ്തിരുന്നില്ല എന്ന്. ഞാനും നന്ദു ഒന്നും അച്ഛനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. പക്ഷേ നവ്യേച്ചി കോളേജിലൊക്കെ പോകുമ്പോൾ ടൂറൊക്കെ പോയിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അവൾക്ക് പിന്നെ ആരെയും ബുദ്ധിമുട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അതിനുശേഷം നവ്യയുടെ സ്വഭാവമൊക്കെ മാറിയതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം ആദർശ് പറയുകയാണ്, ഇനി വേണമെങ്കിലും നമുക്ക് അടുത്തൊരു ടൂറ് പോകാം. ഇപ്പോൾ അമ്മ നമ്മൾ ടൂറ് പോയതിന് എതിരൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി വീണ്ടും ടൂറ് പോകാൻ സമ്മതിക്കുമെന്ന്. അങ്ങനെ പറയുകയാണ്, എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അമ്മയുടെ രോഗം തന്നെ അമ്മയെ മാറ്റിയതെന്ന്. ആദർശ് പറയുകയാണ്, അമ്മ ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തായാലും നമ്മുടെ കുഞ്ഞുകൂടി വരികയാണെങ്കിൽ അമ്മ നല്ല സന്തോഷത്തിലാകും, അതിനി വലിയ താമസമൊന്നും ഇല്ലല്ലോ എന്ന്. ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണ്, നിൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടക്കും, ഇനി നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോകും എന്നൊക്കെ. നമുക്ക് അവിടെയും ജ്വല്ലറി ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും 2-3 ദിവസം യാത്രയൊക്കെ ചെയ്യേണ്ടി വരും, അപ്പോൾ നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം ജലജയും ശശി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, എനിക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ഇട്ടിട്ട് പോയപ്പോൾ ഇവിടെയുള്ള അച്ഛനും അമ്മയാണല്ലോ എന്നെ വളർത്തിയത്. ഇങ്ങനെ വളർത്തിയ കാര്യങ്ങളൊക്കെ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ സ്വന്തം മകളെപ്പോലെ നിങ്ങളാണല്ലോ നോക്കിയത് എന്നൊക്കെ പറയുന്നതിന് ശേഷം ജാനകി പറയുകയാണ്, എന്നാലിപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം, അത് നിൻ്റെ മോൻ്റെയും സ്വഭാവം കൊണ്ടാണ് അതൊക്കെ തകിടം മറിഞ്ഞതെന്ന്. മുത്തശ്ശി പറയുകയാണ്, നിൻ്റെ മോൻ്റെ സ്വഭാവം മാറ്റണമെങ്കിലേ എല്ലാം ശരിയാവുള്ളൂ എന്ന്. അതിനുശേഷം നവ്യയാണ് കാണിക്കുന്നത്. നവ്യ മുകളിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് ആദർശ് നയനയും വരുന്നത് കാണുന്നതും പെട്ടെന്ന് നയന താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. നവ്യയാണെങ്കിൽ താഴത്തേക്ക് സ്പീഡിലാണ് ഓടി വരുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, മോളെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്പീഡിലൊന്നും ഓടരുതെന്ന്. അപ്പോൾ ജലജ പറയും, ഇവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇവളെപ്പോലെ ഞാൻ തികഞ്ഞ കുഞ്ഞായിരിക്കുമെന്ന് ഇങ്ങനെ ജലജ കളിയാക്കുകയാണ്. അതിനുശേഷം നവ്യ പറയുകയാണ്, ദാ ആദർശേട്ടന് നയനയും വരുന്നുണ്ട് എന്ന്. ആദർശിനും നയനയും വരുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകണം. എന്നിട്ട് നവ്യയാണെങ്കിൽ നയനയെ കാണുമ്പോൾ നയനി എന്ന് വിളിക്കുകയാണ് സന്തോഷത്തോടെ. ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ അതിൻ്റെ സന്തോഷമൊക്കെ അവരുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് പറയുകയാണ്, എല്ലാം നല്ലതായിരുന്നു എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതിൻ്റെ സന്തോഷം മോളുടെ മുഖത്ത് കാണുന്നുണ്ട് എന്ന്. ജലജ പറയുകയാണ്, ഇതുപോലെയുള്ള യാത്രയൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ എന്ന്. അപ്പോൾ നവ്യ പറയുന്നത്, അതിനുള്ള അവസരം അവൾക്ക് കിട്ടി, അവൾ പോയി. എന്തായാലും അമ്മയുടെ മോൻ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, ഞാൻ പോകാനും പോകുന്നില്ല എന്ന്. ജലജ പറയുകയാണ്, നീ അവനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കുക, അപ്പോൾ അവൻ യാത്രയൊക്കെ കൊണ്ടുപോകുമെന്ന് ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ ഇവർ യാത്ര കഴിഞ്ഞ് വന്നത് കാണുമ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. സന്തോഷത്തോടെ ദേവയാനി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ദേവയാനി മുഖത്തിൻ്റെ ഭാവമെല്ലാം മാറ്റി ദേഷ്യത്തോടെ വരികയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മയും നമ്മൾ വന്നു, 5-ാം മാസത്തെ ചടങ്ങ് നടക്കുന്നത് കൊണ്ടാണ് നേരത്തെ വന്ന, അല്ലെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞ് വന്നെങ്കിൽ ഇപ്പോൾ 2 ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരേ പ്രശ്നമായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടിയെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ജലജയാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, ഏട്ടത്തിക്ക് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ, ഈ വീട്ടിലത്തെ ശ്വാസം മുട്ടലിൽ നിന്ന് അവനക്കൊരു മാറ്റം കിട്ടിയെന്നാണ് അവൻ പറഞ്ഞതെന്ന്. ജലജ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയുകയാണ്, നീ ചുമ്മാ ഇരിക്കുമോ, നിൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ദേഷ്യത്തിൽ മുത്തശ്ശി ജലജയെ വഴക്ക് പറയുകയാണ്. ആദർശാണെങ്കിൽ ദേവയാനിക്കൊരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിൽ അതെടുത്ത് അമ്മയ്ക്ക് ഞാനൊരു സാരി വാങ്ങിയെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ദേവയാനി ചോദിക്കുകയാണ്, ഇത് നീ തന്നെയാണോ സെലക്ട് ചെയ്തതെന്ന്. അപ്പോൾ നയന പറയുകയാണ്, അതേ, ഇത് ആദർശേട്ടൻ തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന്. എന്നിട്ട് ആദർശ് പറയുകയാണ്, ഇത് ഞാൻ തന്നെയാണ് അമ്മയെ സെലക്ട് ചെയ്തത്, ഇതിൽ നയനയ്ക്കൊരു പങ്കുമില്ല എന്ന്. അതിനുശേഷം ദേവയാനി ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്, നീ പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ എന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിൻ്റെ മരുമകൾ വരണ്ടേ, അവൻ മാത്രം കുളിച്ച് ഫ്രഷായി വന്നാൽ മതിയോ എന്ന്. അപ്പോൾ ദേവയാനി പറയണം, അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ. എന്നിട്ട് അവർ രണ്ടുപേരും ഫ്രഷാകാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ജലജ പറയുകയാണ്, എന്തായാലും നയനെ സെലക്ട് ചെയ്ത സാരി ആയിരിക്കും, ആദർശ് കള്ളം പറയുന്നതായിരിക്കുമെന്ന്. അവളാണല്ലോ വലിയ ഡിസൈനർ, അപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്തതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതുകൊണ്ട് എന്താ ആ സാരി നിനക്ക് വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അത് ഇവൾക്ക് കൊടുക്കണമായിരിക്കും, അതിനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ്, ആ സാരി എനിക്കൊന്നും വേണ്ട, അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞതെന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, എന്തായാലും ഈ സാരി ഞാൻ നിനക്ക് തരാനൊന്നും പോകുന്നില്ല എന്ന്. അതിനുശേഷം നയന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അമ്മയ്ക്കും നവ്യച്ചിക്കും മാത്രമല്ലേ സാരി വാങ്ങിച്ച്, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങണമായിരുന്നു എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കും വാങ്ങിച്ച് അവർ വഴക്ക് പറയും, അവർക്ക് ധാരാളം ഡ്രസ്സ് ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന്.
പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ നവ്യയ്ക്ക് വാങ്ങിയ സാരി കൊടുക്കാതിരുന്നതെന്ന്. എന്നിട്ട് ആദർശ് പറയുകയാണ്, അമ്മയ്ക്ക് വാങ്ങിയ സാരി നീ സെലക്ട് ചെയ്തെന്ന് പറയാതിരുന്നത് നന്നായി. നീ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ അമ്മ നിന്നെ തന്നെ സാരി ഉടുക്കാൻ പറഞ്ഞെങ്കിലെന്ന്. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ദേവയാനി കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് നയന ദേവയാനിക്ക് വേണ്ടി ഈ സാരി സെലക്ട് ചെയ്തെന്ന് അറിയുമ്പോൾ. എന്നിട്ട് ആദർശ് പറയുകയാണ്, അമ്മയ്ക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല, നീ അമ്മയ്ക്ക് കളറോട് ചേർന്ന് നിൽക്കുന്ന സാരിയല്ലേ സെലക്ട് ചെയ്തതെന്ന്. പറയുകയാണ്, എന്താ നീ നവ്യയ്ക്ക് വാങ്ങിയ സാരി കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, അത് 5-ാം മാസക്കാരിക്ക് വാങ്ങിയ സാരിയല്ലേ, അത് വില കൂടിയ സാരിയല്ലേ, അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലാണ് കൊടുക്കാനുള്ളതെന്ന് പറയും. പിന്നീടാണെങ്കിൽ അവർ യാത്ര പോയിട്ട് വന്ന സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി ഇതുപോലെ യാത്ര പോകണം എന്ന് പറയും. അതിനുശേഷം പറയുകയാണ്, ഇനി യാത്ര പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വേണം പോകാനെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും പോകാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞ് അവർ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നയനയെ ചേർത്ത് പിടിക്കുകയാണ് ആദർശ്. പിന്നീട് ദേവയാനിയാണെങ്കിൽ നയന വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നയന വാങ്ങിക്കൊടുത്ത സാരി ദേവയാനിക്കാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാരിയൊക്കെ എടുത്ത് വെച്ച് ദേവയാനി ഓർക്കുകയാണ്, നവ്യയുടെ 5-ാം മാസ ചടങ്ങിന് ദേവയാനി ഈ സാരി കൊടുത്ത് നയനയെ സന്തോഷിപ്പിക്കുമെന്ന് എന്നൊക്കെയാണ് മനസ്സിൽ ഓർക്കുന്നത്. സാരി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നവ്യയ്ക്ക് സാരി കൊടുക്കാനാണ് റൂമിലേക്ക് വരുമ്പോൾ നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ്, ചേച്ചി ഈ സാരിയാണോ ഉടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, അതേ ഞാൻ ഈ സാരിയാണ് ഉടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നയന പറയും, ചേച്ചി ഈ സാരി ഉടുക്കണ്ട, ചേച്ചിക്ക് ആദർശേട്ടൻ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കുകയാണ് നയന. അപ്പോൾ നയന പറയുകയാണ്, ആദർശേട്ടൻ വാങ്ങിയെങ്കിൽ ഈ സാരി സെലക്ട് ചെയ്തത് ഞാനാണ് എന്ന്. അപ്പോൾ ആ സാരി വാങ്ങി നവ്യ തുറന്ന് നോക്കിയിട്ട് പറയുകയാണ്, ഇതിന് ഒരുപാട് വിലയായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ നയന പറയാണ്, ഞങ്ങൾ വിലയൊന്നും നോക്കിയിട്ടില്ല, ഇഷ്ടപ്പെട്ടു വാങ്ങി. വിലയുള്ള സാരിയാണ് നയന നവ്യയ്ക്ക് വാങ്ങിക്കൊടുത്തത് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ കരയുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കരയുന്നതെന്ന്. ഒരു നല്ല ദിവസമായിട്ട് പോലും അഭി എന്നെ പുറത്ത് കൊണ്ടുപോയി നല്ലൊരു സാരി വാങ്ങി തരുകയോ ചെയ്തില്ലല്ലോ എന്ന്. എൻ്റെ ഏട്ടനാണല്ലോ എനിക്ക് സാരിയൊക്കെ വാങ്ങി തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, എന്തായാലും ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നല്ലോ എന്ന്. അപ്പോൾ നവ്യ പറയണേ, എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരേണ്ട അവനല്ലേ, അല്ലാതെ ആദർശേട്ടനല്ലല്ലോ എന്ന്. പിന്നീട് അവർ അബിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അബിക്കാണെങ്കിൽ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും സ്നേഹമില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യയ്ക്ക് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് നയനെ പറയുകയാണ്, ആദർശേട്ടൻ എൻ്റെ അടുത്ത് നേരത്തെ സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാനല്ലേ അത് മാറ്റിയെടുത്ത്, അതുപോലെ നവ്യേച്ചിയും മാറ്റിയെടുക്കുക അബിയെ എന്ന്. നവ്യ പറയുകയാണ്, എന്തായാലും അവൻ അങ്ങനെയൊന്നും മാറത്തില്ല, ആദർശേട്ടൻ മാറിയത് ആദർശേട്ടൻ ഒരു മനുഷ്യനായതുകൊണ്ട് അവൻ അയ്യപ്പനെ വരെ പറ്റിക്കുന്ന ആളാ എന്നൊക്കെ. നവ്യയ്ക്കാണെങ്കിൽ അവി മാറാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. നയനയാണെങ്കിൽ നവ്യയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നയന നവ്യയുടെ അടുത്ത് പറയുകയാണ്, ചേച്ചിയുടെ കൂടെ എന്നും ഞാനും ആദർശേട്ടനും കാണുമെന്ന്. അപ്പോൾ നവ്യ പറയണം, അതെനിക്കറിയാം, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ എപ്പോഴും കാണുമെന്ന്. എന്നിട്ട് നവ്യ പറയുകയാണ്, നമ്മളിങ്ങനെ ഒരുപാട് കാലം ജീവിച്ചോളാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ, ജീവിക്കുന്ന കാലം വരെ നമ്മുടെ ഭർത്താവിൻ്റെ സപ്പോർട്ട് വേണ്ടേ നമുക്ക്. ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുകയാണ്. അതിനുശേഷം ഈ പലഹാരം ഉണ്ടാക്കിയതെല്ലാം ദേവേനിയാണെന്ന് നയനയുടെ അടുത്ത് പറയണം, അവൻ്റെ അമ്മ ഒരു സഹായത്തിന് പോലും വന്നിട്ടില്ല എന്ന്. ഇങ്ങനെ നവ്യ പറയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. എന്നിട്ട് നവ്യയുടെ അടുത്ത് നയനെ പറയുകയാണ്, ചേച്ചി അതൊന്നും മനസ്സിൽ വെക്കേണ്ട, അമ്മയും അച്ഛനും വരുമ്പോൾ സമയത്ത് ഈ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്ക് ചേച്ചി എന്ന് പറയുകയാണ്. അന്ന് ചേച്ചിക്ക് മേക്കപ്പൊക്കെ ഇട്ട് തരാമെന്ന് നയന പറയുകയാണ്. എന്നിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുന്ന നവ്യം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.